വെൽക്കം ബാക്ക്. ഓണം എക്സാമിന് ചോദിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിലെ മുൻ വർഷങ്ങളിലെ 1 മാർക്ക് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം 2025. The mole fraction of water in mixture containing equal moles of water and ethanol. വാട്ടറും എത്തനോളും ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ മോൾ ഫ്രാക്ഷനത്തിലേക്കും രണ്ടും കൂടി കൂട്ടിയാൽ 1 കിട്ടണം. സോ 0.5 ആയിരിക്കും. അപ്പൊ വാട്ടറിന്റെതും എത്തനോളിന്റെയും ആഡ് ചെയ്താൽ 1 ആണ്. അപ്പൊ ഈക്വൽ വരണമെങ്കിൽ 0.5. സോ ആൻസർ ഈസ് 0.5. ഐഡന്റിഫൈ ദ വീക്ക് ഇലക്ട്രോലൈറ്റ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ ഏതാണ് വീക്ക് ഇലക്ട്രോലൈറ്റ്? തന്നിരിക്കുന്നതിൽ അസറ്റിക് ആസിഡ് ആണ് വീക്ക്. KCl-ഉം NaCl-ഉം KBr-ഉം HCl-ഉം H2SO4-ഉം NaOH-ഉം ഇതൊക്കെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളാണെങ്കിൽ അസറ്റിക് ആസിഡും ഫോമിക് ആസിഡും വീക്ക് ഇലക്ട്രോലൈറ്റുകളാണ് മക്കളെ. യെസ്. അടുത്ത ചോദ്യം, ചാർജ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോൺ. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് 96,500 കൂളം അഥവാ 1 ഫാരഡേ. യെസ്. അപ്പൊ 96,500 കൂളംബ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ്. ലാന്തനോയിഡുകൾ കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. ഇനി +4 കാണിക്കുന്ന ലാന്തനോയിഡ് ചോദിച്ചാൽ സീറിയം ആണ്. ട്രാൻസിഷൻ എലമെന്റുകൾ കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അടുത്തത് എത്ര ക്ലിയർ അല്ല മുകളോട്ട് പറ്റില്ല. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെന്ന് തോന്നുന്നു. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സെക്കൻഡ് ഇൻവേഴ്സ്. The mole fraction of water mixture are same question. Okay, അടുത്തത് 2023 ഓണം എക്സാമിന്റെ ചോദ്യം. The number of moles of solute per kilogram of solvent. 1 കിലോഗ്രാം സോൾവെന്റിൽ എത്ര മോൾ എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് മൊളാലിറ്റി. Yes, മോൾ ലെറ്റർ M വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുക. What is the charge of 1 mole of electron? ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ്. വീണ്ടും ക്വസ്റ്റ്യൻ ആണ്. 96,500 കൂളം അഥവാ 1 ഫാരഡേ. യെസ്. അടുത്ത ചോദ്യം ഇതാണ്, റൈറ്റ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ. ഒരു സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് ആണ്. മക്കളെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓർഡർ ആയിരുന്നു, ഇത് സീറോ ഓർഡർ ആണ്. മോൾസ് പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണല്ലേ? യെസ്. അടുത്ത ചോദ്യം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് can be calculated by which of the following law? ലിമിറ്റിംഗ് മോളാർ കണ്ടക്റ്റിവിറ്റി കാണാനുള്ള ഒരേ ഒരു ലോയെ മക്കൾ പഠിക്കുന്നുള്ളൂ. ആ ലോയുടെ പേരാണ് കോളറേഷ്യസ് ലോ. യെസ്, കോളറേഷ്യസ് ലോ ഉള്ള ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലേ. നെയിം എ ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ് which does not exhibit variable oxidation state. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കാത്ത ഒരു ഫസ്റ്റ് റോ ട്രാൻസിഷൻ എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്കാൻഡിയം ആണ്. സ്കാൻഡിയത്തിന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ സാധിക്കില്ല. അതുപോലെ സിങ്കിനും കാണിക്കാൻ സാധിക്കില്ല. ബട്ട് സിങ്ക് ഒരു സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് ആണ്. അപ്പൊ സ്കാൻഡിയം എഴുതാം, വേണമെങ്കിൽ സിങ്ക് എഴുതാം. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്. The unit of rate constant of zero order reaction, chemical reaction. Zero order ആണ് mol L⁻⁻⁻⁻⁻, S⁻⁻⁻⁻. moles per liter per second ആണല്ലേ? Yes. Among the following transition element, which one has a completely filled d orbital? ഇതിൽ completely filled d orbital ഉള്ളത് സിൽവറിനാണ്. സിൽവറിന് 4d10 കോൺഫിഗറേഷൻ, d10 കോൺഫിഗറേഷൻ ആണുള്ളത്. Give an example for semi permeable membrane. Copper ferrocyanide ആണ് അല്ലേ? Yes. Yes. How osmosis vary with temperature? ഓസ്മോസിസും ടെമ്പറേച്ചറും എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ടെമ്പറേച്ചർ കൂടുന്നതിന് ഓസ്മോട്ടിക് പ്രഷർ കൂടും. ഓസ്മോട്ടിക് പ്രഷർ കൂടും. Give an example for a fractional order reaction. ഒരു fractional order reaction എക്സാമ്പിൾ ആണ്. ഈ റിയാക്ഷന്റെ ഓർഡർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1 + 1/2 3/2 ആണ് കിട്ടുക. ക്ലോറോഫോമും ക്ലോറിനും ചേർന്ന് കാർബൺ ടെട്രാക്ലോറൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഒരു ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ ആണ് മക്കളെ. അടുത്ത് യെസ്. അടുത്ത ചോദ്യം 2024 സെപ്റ്റംബറിലെ ചോദ്യമാണ്. എക്സാമ്പിൾ ഓഫ് എ സെക്കൻഡറി സെൽ. ഒരു സെക്കൻഡറി സെല്ലിന് ഉദാഹരണം എല്ലാം ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ്. ഡ്രൈ സെൽ പ്രൈമറി സെൽ ആണെങ്കിൽ, മെർക്കുറി സെൽ പ്രൈമറി സെൽ ആണെങ്കിൽ, ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഒരു സെക്കൻഡറി സെൽ ആണ്, ഒരു റീചാർജബിൾ സെൽ ആണ്. Yes. A solution is made by weighing 10 gram NaCl and adding 40 gram of water. The solution is 10 gram NaCl ഉം 40 gram വാട്ടറുമാണ്. ടോട്ടൽ ആ സൊല്യൂഷൻ 50 gram ആണ്. അപ്പൊ എത്ര വരും? അപ്പൊ 10/50. യെസ് യെസ് യെസ്. അപ്പൊ 20% ആണ്. അടുത്ത ചോദ്യം ഇതാണ്, the rate constant of a reaction. ഒരു റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. 1.2 × 10⁻⁻⁻⁻ സെക്കൻഡ് ഇൻവേഴ്സ്. ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് കെയുടെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഒന്നും നോക്കണ്ട, ഓർഡറിലേക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. അടുത്ത ചോദ്യം. Yes, the product obtained during electrolysis of sodium chloride solution. സോഡിയം ക്ലോറൈഡിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് ക്ലോറിൻ ആണ്. Which one among the following metals of 3D series has the lowest melting point? 3D സീരീസിലെ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ളത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ സിങ്ക് ആണ് 3D സീരീസിലെ ഏറ്റവും മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ള ആള്. അടുത്ത ചോദ്യം 2024 ഏതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? എല്ലാ
അല്ലാത്തത് ഓസ്മോട്ടിക് പ്രഷർ ഉണ്ട്, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, വേപ്പർ പ്രഷർ ഉണ്ട്. വേപ്പർ പ്രഷർ is not a colligative property. Relative lowering of vapor pressure is a colligative property. The unit of rate constant for a first order chemical reaction. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് k യുടെ യൂണിറ്റ് ആണ് സെക്കൻഡ് ഇൻവേഴ്സ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു വരുന്നത്. മെർക്കുറി സെല്ലിന്റെ വോൾട്ടേജ് എത്ര ആണെച്ചാൽ മെർക്കുറി സെല്ലിന്റെ വോൾട്ടേജ് 1.35 വോൾട്ട് ആണ്. മെർക്കുറി സെൽ gives constant voltage throughout its life because there is no ions present in overall reaction. അടുത്ത് among the following oxides of vanadium which is amphoteric in nature. തന്നിരിക്കുന്നതിൽ ഏതാണ് ആംഫോട്ടറിക് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. വനേഡിയം പെന്റോക്സൈഡ് ആണ് ആംഫോട്ടറിക് ആയിട്ടുള്ളത്. Yes. The product obtained at the cathode of aqueous solution of NaCl. NaCl ലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ എന്ത് പ്രോഡക്റ്റ് ആണ്? കാഥോഡ്. ആനോഡിലാണ് കിട്ടുക. കാഥോഡിൽ H+ ഹൈഡ്രജൻ ഗ്യാസ് ആണ് കിട്ടുക. ഓക്കേ. Yes. Give an example for a pseudo first order reaction. Pseudo first order reactionന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എഴുതാം, ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എഴുതാം. ഇത് രണ്ടുമാണ് NCERT യിലുള്ള ഉദാഹരണങ്ങൾ. Two solutions having same osmotic pressure at a given temperature is known as isotonic solution. Yes. The unit of rate constant of a first order reaction ആണ് ചോദിച്ചിരിക്കുന്നത്. Again second inverse ആണ്. സീറോയും ഫസ്റ്റും മാറ്റി മാറ്റി ചോദിക്കാറുണ്ട്. Okay, the galvanic cell which is used to convert the energy of combustion of fuel. Fuel burn ചെയ്ത് electrical energy produce ചെയ്യുന്ന സെല്ലുകളാ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂൽ സെല്ലുകൾ എന്നാണ്. യെസ്. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ഇയറിലെ അതേ ഇയറിലെ തന്നെ മറ്റൊരു പേപ്പറാണ്. ദ ഓർഡർ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ. റേഡിയോ ആക്റ്റീവ് ഡീകേയുടെ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ആണ്. അടുത്ത ചോദ്യം. The number of moles of solute per kilogram of solvent. 1 കിലോഗ്രാം സോൾവെന്റിൽ എത്ര മോൾ എന്ന് പറയുന്നത് molality. ചാർജ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 1 mole of AL. എത്ര? That is 3 ഫാരഡേ ആണ്. 3 ഫാരഡേ. Al3+ AL ആക്കി മാറ്റണമെങ്കിൽ 3 ഫാരഡേ വേണം. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ലാന്തനോയിഡ് എലമെന്റ്. ലാന്തനോയിഡുകൾ കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. K2SO4 ന്റെ വാൻ ഹോഫ് ഫാക്ടർ എത്ര വെച്ചാൽ 3 ആണ്. 2K+ ഉം SO4 2- ഉം ടോട്ടൽ നമ്പർ ഓഫ് അയോൺസ് 3 ആണ്. 3/1 = 3. യെസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി വേഗം പഠിച്ചോളൂ. ഓക്കേ.